അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ പേര് ചൊന്ന 25 നബിമാരിൽ ഇന്ന് ഞങ്ങൾ വിവരിക്കേണ്ടത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ചായിട്ട്. സക്കരിയ നബി അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമുടെ മോൻ സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമുടെ സന്താന പരമ്പരയിൽ വന്ന നബിയായിട്ട് സക്കരിയ നബി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, സക്കരിയ നബി അലൈഹിസ്സലാം സ്വന്തം അധ്വാനിച്ച് അതിൽ നിന്ന് ജീവനം നയിച്ച ഇന്നാല് മാത്രമല്ല, അയാൾ ആച്ചരി സ്വറായിക്കൊണ്ടിരുന്നാൽ മറത്തെ സ്വറ മറത്തേക്ക് എത്തിയിട്ട് ആ മറത്തിൽ നിന്ന് ഇപ്പൊ ബായിലാക്കിട്ട് ഇതുപോലത്തെ സ്വറാക്കി ആ ഒരു സ്വറെടുത്ത ആളായിട്ട് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം മാത്രമല്ല, പാവത്തങ്ങളെയും കഷ്ടത്തങ്ങളെയും സഹായിക്കുകയും അങ്ങനെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുകയും ബനു ഇസ്രായേൽ സമുദായത്തിന് നിയുക്തനായ നബിയായിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം. മഹാനവർകൾ അണ്ട് ಅದಕ್ಕೆ നേതൃത്വം കൊടുത്തത് ബനു ഇസ്രായേലിക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളായിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം. 120 വയസ്സായിട്ട് മഹാനവർകൾ അള്ളാഹുടെ ദ്വാരന്ത് എന്തിരെ നാട്ടിൽ പിന്നെ ഈ നേതൃത്വം കൊടുക്കുക ഇവിടെ ഒരാൾ വേണം. ഇന്ന ബാക്കിയുള്ള ആൾമാരുള്ള ഉള്ളാറുണ്ടെങ്കിലും പക്ഷേ അങ്ങൊന്നും അത്ര ശരിയായിട്ട് ಅದಕ್ಕೆ നേതൃത്വം കൊടുക്കണമെങ്കിൽ താൽമാറല്ല, ബടക്കാൽമാറായിട്ട്. അപ്പം ഇവിടെ നല്ല തെറുക്കുകയും വിളിക്കുകയും നല്ലത് ചൊന്നു കൊടുക്കുകയും നന്റെ പിൻഗാമിയായിട്ട് നക്കൊരു മോന് വേണം. മഹാനവർഗൾക്ക് മക്കളുണ്ടായിട്ടില്ല, 120 വർഷമായിട്ട് മക്കളില്ല. അപ്പം ആ വിഷയത്തിൽ മഹാനവർകൾ ബേജാറെത്തി, നിങ്ങൾ ഒരു ദീൻ ചൊന്നു കൊടുക്കും ഒരാൾ വേണല്ലേ എന്ന വിഷയത്തിൽ. മാത്രമല്ല, സക്കരിയ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലായിട്ട് ഇന്ന്. അപ്പൊ ആ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങലേക്കാൾ സക്കരിയ നബി അലൈഹി സ്വലാമിനേക്കാൾ മുന്നറിയുന്നൊരു മഹാനെന്ത് ഇമ്രാൻ ചൊന്നിട്ട് അയാളെ മോള് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഈ മറിയം ബീവിയുടെ മൂത്തോലയായിട്ട് സക്കരിയ നബി മഞ്ഞളായതുണ്ടും അതല്ല ഉമ്മയുടെ സഹോദരിയായിട്ട് മഞ്ഞളായതുണ്ടും അഭിപ്രായമുണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം ഈ മറിയം ബീവിയുടെ ആ പള്ളിയിൽ മറിയം ബീവിയെ നോക്കി ചെയ്യുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമായിട്ട്. അതെന്താ ചൊന്നെങ്കിൽ ഈ ഇമ്രാൻ ചൊണ്ടാല് ബനു ഇസ്രായേലിന്റെ നേതാവായിട്ട് അയാളെ പിന്നെ ഈ ഹന്നത്ത് ബീവി അയിമ നേർച്ചയാക്കിത്ത് നക്കൊരു കിടാവുന്നെങ്കിലാണ് പള്ളി കഴിഞ്ഞ് കൊടുക്കാതെ പള്ളിയുടെ ഹിദ്മത്ത് എടുക്കോ ബൈത്തുൽ മുഖദ്ദസിന്റെ ഹിദ്മത്ത് എടുക്കും. അങ്ങനെ ഇമ്മ കറുപ്പും ചായിട്ടാകുമ്പോൾ ഇമ്രാൻ ചൊല്ലാൽ മരിച്ചിട്ട് ഇമ്മ പെത്ത് നോക്കുമ്പോൾ കിടാവ് പെണ്ണ്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിലെ അണ്ടിന്ന പണ്ഡിതന്മാരൊട്ടിಗೆ ബനു ഇസ്രായേലിലെ പണ്ഡിതന്മാരൊട്ടിയെ ഇമ്മ ചെന്ന് കിടാവിടെ കൊടുന്ന് കൊടുത്തു, ഇത് പെണ്ണ് കിടാവ് ഇങ്ങനെ നേർച്ചയാക്കിയത്. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന് നേർച്ചയാക്കിയത് കൊണ്ട് ആ പള്ളിയുടെ അവിടെ ആയിട്ടിത് അതങ്ങനെ അണ്ടത്തെ ഒരു സമ്പ്രദായം. അപ്പൊ ബൈത്തുൽ മുഖദ്ദസ് ഒരു ഭാഗത്ത് ഈ കിടാവ് ഒരു പ്രത്യേക റൂമാക്കി കൊടുത്തിട്ട് ഈ കിടാവിടെ ആറ് നോക്കിയുള്ളേ എന്ന വിഷയത്തിൽ തർക്കം വന്നു. അപ്പൊ അങ്ങനെ വലിയൊരു ആലിമിയുടെ മോള് അപ്പായിട്ട് ആറ് ചൊല്ല് സക്കരിയ നബി അലൈഹി സ്വലാമും അതുപോലെ ബാക്കിയുള്ള ആളും മാറിയുന്നത്. അപ്പൊ അങ്ങനത്തെ പെണ്ണിന് കലകാലങ്ങളിലൊക്കെ മറത്തിൽ നിന്നാക്കിയ പെണ്ണ് ഉപയോഗമാക്കിയത്. അപ്പൊ ആ പെണ്ണ് ഇത് ഒലുകൂടെ നദിക്കിടണം ഇട്ടിട്ട് ആരെ ഈ പെണ്ണുണ്ടല്ലോ അത് കീലുക്ക് പോകണ്ട് തന്നി ഒലുകൂടെ സൈഡ് പോകണ്ട് മേലെ ആറ് സൈഡിക്ക് പോകണ്ടു അങ്ങായിട്ടിട്ട് ഇതിരെ ഈ കിടാവിടെ നോക്കലേണ്ടത്. അങ്ങനെ വലിയൊരു ആലിമിയുടെ മോളായത് കൊണ്ട് അതൊക്കെ അങ്ങ് തർക്കം വന്നിട്ടാകുമ്പോഴേക്ക് ഈ തീരുമാനിക്കുന്നത്. അപ്പായിട്ട് സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പെണ്ണ് മേല് കൊലുക്കി. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. അങ്ങനെ മറിയം ബീവിക്ക് പ്രത്യേക റൂമും അവിടെ പോയി വന്നിരുന്നതും സക്കരിയ നബി അലൈഹി സ്വലാമായിട്ട്. അങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാമുക്ക് സംബന്ധമുണ്ട്. കാരണം സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പെഞ്ഞയുടെ യലൗലി എന്നൊരു ബന്ധമുണ്ട്. അല്ല
ജക്കരിയ നബി അലൈഹി സ്വലാമിയുടെ പെഞ്ഞയുടെ സഹോദരിന്റെ മോളോ മറിയം ബീവി. ഏതായാലും അവർ സംബന്ധം അവിടെ ഉണ്ട്. അപ്പൊ ജക്കരിയ നബി അലൈഹി സ്വലാം അവിടേക്ക് പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ ഇബാദത്തിലേക്ക് മറിയം ബീവി പോയി നോക്കുമ്പോഴത്തേക്കും ചിലപ്പോഴൊക്കെ ചില ടൈമിൽ കിട്ടാത്ത ഫ്രൂട്ട്സ് ചില ടൈമിൽ കണ്ടവിടെ ഓരോന്ന് കുറെ സീസൺ ഇക്കടല്ലേ. അപ്പൊ ആ സീസണിൽ ഇല്ലാത്ത ഫ്രൂട്ട്സ് ഐറ്റമുകളെല്ലാം അവിടെ കണ്ട് ഇത് ഉടനെ കേട്ടിട്ട് അന്നാലക്കി ഹാദ അത് ഉടനെ കേട്ടിട്ടാകുമ്പോൾ ഹുവമിൻ എന്തില്ല ഇമജന്ത അത് അള്ളാഹുടെ ഭാഗത്തിൽ നിന്നും. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ കണ്ടിട്ടാകുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമുക്ക് പിന്നെയും ഒരു ആശയം നക്ക് അള്ളാഹു ഇത്രയെല്ലാം കുതിരത്തുണ്ടാക്കില്ലേ, അപ്പൊ നക്കുറു മോണ്ടേ കേക്കല്ലേ. അങ്ങനെ ആയിട്ട് സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹുടെ ദ്വാരക്കിടെ പാതി ജാവുകിച്ചിട്ട് ദ്വാരത്ത് ഇബാദത്തിനായിട്ട് നിസ്കാരത്തിലായിട്ട് ദ്വാരത്ത് പടച്ചവനെ നക്കുറക്കിടാവിടെ തരണം. അപ്പൊ 120 വർഷം കഴിഞ്ഞിട്ട് പെഞ്ഞായിക്കും വയസ്സായിട്ട് അപ്പോൾ ആയിട്ടിക്കട് മലക്കിടെ വന്നിട്ട് സന്തോഷ വാർത്ത കിട്ടുക നീങ്ക ഒരു കിടാവ് പോണം, നീങ്ക അള്ളാഹു താല ഒരു കിടാവിടെ എത്തണ്ട. ആ കിടാവിടെ പേര് യഹിയാണ്ടായിട്ടിക്കല്. അങ്ങനത്തെ ഒരു പേര് വേറെ ആരും ഇതുവരെ വെച്ചിട്ടില്ല. അപ്പൊ യഹിയ എന്ന കിടാവ് ഉണ്ടാവുള്ളൂ എന്നൊരു സന്തോഷ വാർത്ത ആയിട്ട്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം ചൊല്ല് എന്നാൽ നക്ക് അതൊക്കെ ഒരു സൂചന വേണം. ഇതൊരു നിരാശയായിട്ട് കേൾക്കലല്ല, ഒരു ഡൗട്ടിന്നത് നീ കേൾക്കലല്ല, പിന്നെ അള്ളാഹുടോട്ടുള്ള മഹബത്ത് കൊണ്ടായിട്ട് കേൾക്കേ. അപ്പൊ ചെന്ത് എന്നാൽ നിങ്ങൾക്ക് 3-4 നിങ്ങളെ പിന്നെ കറുപ്പും ചായലി എന്നതിലെ ലക്ഷണ 3-4 നിങ്ങൾക്ക് പലക്ക പറയുകയാവില്ല. ദിക്റ് ചൊല്ലുകയുള്ളൂ, പിന്നെ നിസ്കരിക്കുക, ബാക്കി ഓതുകയെല്ലാം പലക്ക പറയുകയാവില്ല. അപ്പൊ അങ്ങനെ ആയിട്ട് ലക്ഷണ. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം ഒന്നേത്ത് അങ്ങനെ പെഞ്ഞൈ കറുപ്പും ചെയ്ത്ത് പെത്തത്ത് യഹ്യ എന്ന കിടാവ് അതായിട്ട് യഹ്യ നബി അലൈഹി സ്വലാം. യഹ്യ നബി അലൈഹി സ്വലാം സക്കരിയ നബി അലൈഹി സ്വലാം 200 ചില്ലാറ വയസ്സ് ജീവിച്ചിട്ടുണ്ടായിട്ട് കണ്ടത്. സക്കരിയ നബി അലൈഹി സ്വലാം നല്ല തഖ്വയും സ്നേഹവുമുള്ള ആളായി, നല്ല സൽസ്വഭാവിയായി, അള്ളാഹുടെ മാത്രം, അതായത് ഐഹിക ഈ ദുനിയാവുടെ ചിന്തകളെല്ലാം വിട്ടിട്ടു, ദുനിയാവുടെ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ടിട്ടും അള്ളാഹുടെ കൊല്ല ഇബാദത്തിലായിട്ട് മാത്രം ബലിയത്. കാരണം എന്തൊരു തമാശമോ കളിയോ അതൊന്നുമില്ല. മക്ക ചെറിയ പ്രായത്തിൽ തന്നെ മക്ക കളിക്കോബേനായിട്ട് വിളിച്ചിട്ടാണ് ചെന്നത്, കളിക്കുകയല്ല ഞങ്ങളെ സൃഷ്ടിച്ചത് എന്നായിട്ടിരിക്കുന്നു. പിന്നെ നല്ല വസ്ത്രങ്ങളൊന്നും ധരിക്കല, ആറുമില്ലാത്ത ഭാഗങ്ങളിൽ അള്ളാഹു ഇബാദത്തായി മുങ്ങി അങ്ങനെ നല്ല തഖ്വയോടുകൂടെ മഹാനായ യഹ്യ നബി അലൈഹി സ്വലാം ജീവിച്ചത്. ഹക്ക് പോലെ ചൊല്ലാളായിട്ടിക്കല ആര് പിന്നെ യഹ്യ നബി അലൈഹി സ്വലാം. മാത്രമല്ല നിർജ്ജന ഇത് ആറുമില്ലാത്ത ഭാഗത്തിൽ കബർ എടുത്തിട്ട് ആ കബറുകൾ തെച്ചിട്ട് ഇബാദത്തെടുത്ത് അള്ളാഹുക്ക് പുൽപ്പെട്ട മഹാനായിട്ടിക്കല് യഹ്യ നബി അലൈഹി സ്വലാം. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാം വളർന്ന് വലുതായിട്ട് യഹ്യ നബി അലൈഹി സ്വലാം അക്കാലത്തെ ഡമസ്കസിലെ ഒരു രാജാവ് അയാൾക്ക് മഞ്ഞളാവുക തീരാത്ത ഒരു പെണ്ണിടെ ഹറാമായ അപ്പൊ അയാളവള് മൂത്തോല മഞ്ഞളാവുക തീരാ, ഉമ്മയുടെ അലാവല് ഉമ്മയുടെ മൂത്തോല മഞ്ഞളാവുക തീരാ. അപ്പൊ ഞങ്ങളെ ശരീരത്തിലല്ല അങ്ങനെയില്ലേ, മഞ്ഞളാവുക തീരാത്ത എനിക്കത്തെ അങ്ങനെയുള്ള ഒരു പെണ്ണിടെ മഞ്ഞളാവുക ആയിട്ടിക്കല് അവിടുത്തെ രാജാവ് ഉദ്ദേശിച്ചത്. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം ആരെയും കാറാക്കാട്ട് ഹക്ക് പോലെ യഹ്യ നബി അലൈഹി സ്വലാം ഹക്ക് പോലെ ചൊല്ലാലായിട്ടിക്കല് യഹ്യ നബി അലൈഹി സ്വലാം അതിന് വിരോധിച്ചത് ആ മഞ്ഞള തീരാൻ നീകത് ഹലാലല്ല. പക്ഷേ അങ്ങക്ക് ഈ പെണ്ണുകും ഈ രാജാവുകും യഹ്യ നബി അലൈഹി സ്വലാം ചൊന്നത് പിടിച്ചില്ല മാത്രല്ല പെണ്ണ് ചൊന്നാല് അതുപോലെ കാമുക്ക ആറ് രാജാവുടെ ടീം യഹ്യ നബിയുടെ തലനക്ക് വേണം, യഹ്യ നബിയുടെ തലന എൻ്റെ എതിരിൽ കടന്നു വെക്കണം. പക്ഷേ ശപിക്കപ്പെട്ട രാജാവ് അവരെ ആവശ്യത്തിന് വേനായി അവന്റെ ആളെ കടത്തി പോലീസുകാരെ കടത്തി അതാ യഹ്യ നബി അലൈഹി സ്വലാമിയുടെ കൊന്നിട്ട് തലയെടുത്ത് വന്നിട്ട് അവിടെ എതിരിൽ വെച്ചിരുന്നു. അപ്പൊ അള്ളാഹുടെ ശാപത്ത് അങ്ങ് കാരണക്കാരായിരുന്നു. ബനു ഇസ്രായേൽ മഹാനായ യഹ്യ നബി അലൈഹി സ്വലാമുടെ കൊന്നങ്ങായിട്ട് കിട്ടും. സക്കരിയ നബി അലൈഹി സ്വലാമുടെയും കൊന്നിരുമി, ഈ 2 നബിമാരെ ഇങ്ങനെ കൊന്നിരുമി.
യഹിയാ നബി അലൈഹി സ്വലാമുക്ക് ചെറിയ പ്രായമായിട്ടിക്കട്. യഹിയാ നബി അലൈഹി സ്വലാം മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാമുടെ മോനും അതുപോലെ ഈസാ നബി അലൈഹി സ്വലാമുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളായിട്ടിക്കടെ. എന്നാൽ യഹിയാ നബിയേക്കാൾ മുന്നലായിട്ടിക്കടാറ് ഈസാ നബി അലൈഹി സ്വലാം. അപ്പോൾ ചെറിയൊരു പ്രായ വ്യത്യാസം ഇങ്ങൾക്കുള്ളേ. യഹിയാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു നുബൂവത്ത് കൊടുത്ത് ചെറിയ വയസ്സിൽ തന്നെ. ബാക്കിയെല്ലാം നുബൂവത്ത് കൊടുക്കുക 40 വർഷത്തിലല്ലേ. യഹിയാ നബി അലൈഹി സ്വലാമുക്ക് ചെറിയ വയസ്സിൽ നുബൂവത്ത് കിട്ടിയത്. ഈസാ നബിക്കും ചെറിയ വയസ്സിൽ നുബൂവത്ത് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്നാണ്. പിന്നെ പണ്ട് സക്കരിയ നബി അലൈഹി സ്വലാമും യഹിയാ നബി അലൈഹി സ്വലാമുടെ സക്കരിയ നബി അലൈഹി സ്വലാമുടെയും അങ്ങ് എന്താക്കിയത് കൊല്ലൊകബനായിട്ട് പുറത്തായിട്ട് സക്കരിയ നബി അലൈഹി സ്വലാം ഓടിയിട്ടു. അപ്പോൾ ഒരു മരം ഉണ്ടല്ലേ ഇങ്ങനെ പല പിലർന്നിട്ടിരുന്ന ഒരു മരം. ആ മരത്തെ ഉൾഗയിനെ പൊത്തുപോലെ ഒരു മനുഷ്യനിക്കണമെങ്കിൽ അത് ബായി പറന്നിട്ടായിട്ടിക്കല് മഹാനായ സക്കരിയ നബിയെ വിളിക്കല് ബറി പറു. സക്കരിയ നബി അലൈഹി സ്വലാം അതിലുള്ള നൂണ്ടിട്ടാകുമ്പോൾ ആ മരം ഇങ്ങനെ കൂടിത്തു. പക്ഷേ സക്കരിയ നബി അലൈഹി സ്വലാമുടെ കൊല്ലൊക പണ്ടെങ്കിൽ ഇത് കണ്ടില്ല. അപ്പോൾ ഇബ്ലീസ് എന്താക്കിയാവുന്ന സക്കരിയ നബി അലൈഹി സ്വലാമുടെ സാല് തെല്ല് പുറത്ത് വലിച്ചു വെച്ചോണ്ട് ആ ടൈമിൽ അങ്ങനെ മറക്കൂടിട്ടാകുമ്പോൾ ഇങ്ങക്ക് ആരെ കാണില്ല, സക്കരിയ നബി അലൈഹി സ്വലാമുടെ കാണില്ല. അപ്പായിട്ടിക്കടെ ഇബ്ലീസ് ഒരു മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചൊല്ല് സക്കരിയ ഇതിലോട്ട് കൊണ്ടുപോകും. നീ മറത്തിൽ നീ കളവ് ചൊല്ല. അപ്പായിട്ടിക്കടെ ഈ ഷാലിൻ്റെ തെല്ല് കൊടി വലിച്ച് കാട്ടരുതാ നോക്കാറുണ്ട്. അങ്ങനെ ആയിട്ടിക്കടെ ആ മറത്തെ അങ്ങ് മുറിച്ചത് സക്കരിയ നബി അലൈഹി സ്വലാമുടെ കൊന്നർ. ആ മരിക്കുമ്പോൾ തലക്കെട്ടവിടെ ആ രീതിയിൽ തന്നെ ആയിട്ടിക്കട് അത് പാസ്സായത്. യഹിയാ നബി അലൈഹി സ്വലാമുടെ കൊന്നങ്ങായിട്ടിക്കട് ഈ യഹൂദിങ്ങ സക്കരിയ നബി അലൈഹി സ്വലാമുടെ കൊന്നങ്ങായിട്ടിക്കട് അള്ളാഹുടെ ശാപത്ത് കാരണക്കാർ ഏറ്റവും വലിയ ഭാഗ്യം കെട്ട ആളുമാറായിട്ടിക്കട് നബിയുടെ കൊന്നങ്ങ. അതുപോലെ നബിയുടെ കയ്യിൽ കൊലയായങ്ങം ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ട ആൾക്കാരായിട്ടിക്കട്. അപ്പോൾ യഹിയാ നബി അലൈഹി സ്വലാമും സക്കരിയ നബി അലൈഹി സ്വലാമുടെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ പല ജാഗകളും വിവരിച്ച് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അങ്ങനെല്ലാം ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വിജയത്തിലാക്കി തരട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.